ആത്മാർത്ഥമായിട്ട് CPM-ആയിട്ട് ജീവിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, തുടർഭരണം ഉണ്ടെങ്കിൽ അത് കേരളത്തിന് ദോഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഹരിപ്പാട് BJP സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തിയ വലിയ മുന്നേറ്റം എന്ന് പറയുമ്പോൾ 1345 വോട്ടിന്റെ വ്യത്യാസമേ ശ്രീ KC വേണുഗോപാലുമായി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. കാണുന്നവരൊക്കെ ഒരുവിധപ്പെട്ടവരൊക്കെ പറയും, നിങ്ങൾ തമ്മിത്തല്ലൊക്കെ അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ ഭരണം പിടിക്കൂ. നമ്മുടെ കണ്ണൂര് തളിപ്പറമ്പിലുള്ള താലൂക്ക് ആശുപത്രിയിൽ കരൾമാറ്റ ശസ്ത്രക്രിയ ലോകത്തിൽ തന്നെ ആദ്യമായി ഒരു താലൂക്ക് ആശുപത്രിയിൽ നടക്കുകയാണ്. ആലോചിക്കണം, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പക്ഷെ എന്തുകൊണ്ടാണ് അത് ഒരു ആശുപത്രിയിൽ നിന്ന് വേറൊരു ആശുപത്രിയിലേക്ക് നടത്താൻ കഴിയാത്തത്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നടന്നതിന് ശേഷം വേറൊരു ഓപ്പറേഷൻ നടക്കാത്തത് എന്നാണ്? CPIയുടെ ശക്തമായ കമ്മിറ്റികൾ വളരെ പരിമിതമാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എല്ലാ കൊല്ലവും ദൂരെ എവിടുന്നോ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ കെട്ടിയഴിച്ചുകൊണ്ട് നിർത്തുക, അത് രമേശ് ചെന്നിത്തലയായിട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് ഹരിപ്പാട്ടെ പ്രബുദ്ധരായ രാഷ്ട്രീയ വിശ്വാസികൾക്കെല്ലാം അറിയാവുന്ന പച്ചയായ യാഥാർത്ഥ്യം. ഇത്രയും നാള് പ്രവർത്തിച്ച ആൾക്ക് ഈ അംഗത്വത്തിൽ ഇരിക്കുമ്പം കിട്ടുന്ന തന്തയ്ക്ക് വിളിയാ, അതോട് ഓർക്കണം. സമ്പൂർണ്ണ മദ്യവർജനമാണ് ആദ്യം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഘടകമാണ്. ഇന്നെനിക്കൊന്ന് ഏകദേശം 800 ബാറുകൾ തുറന്നിട്ടുണ്ട്. ഇനി ജനങ്ങളോട് ചോദിക്കാമെന്ന നമ്മുടെ പരിപാടി ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. വിനോദസഞ്ചാരത്തിന് മുത്തായ ആലപ്പുഴ ജില്ലക്കാരുടെ പ്രശ്നങ്ങൾ എന്താണ്, അതിന്റെ കാരണങ്ങൾ എന്താണ്, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കൊപ്പം ഉള്ളത് 3 രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളാണ്. ഒപ്പം തന്നെ നമ്മുടെ സീനിയർ റിപ്പോർട്ടറായിട്ടുള്ള ആലപ്പുഴയുടെ സ്വന്തം സുധീഷ് ഏട്ടനുമുണ്ട്. എന്തായാലും ആ ചൂടൻ ചർച്ചയിലേക്ക് പോയാലോ? അപ്പോൾ സുധീഷേട്ട, 3 രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് ആവുമ്പോഴാണ് ജനങ്ങളുടെ പ്രശ്നം ചോദിക്കാന്നാണ് ജനങ്ങളുടെ എപ്പോഴത്തെയും പരാതി. അപ്പോൾ ഏട്ടൻ ഈ റിപ്പോർട്ടിങ്ങിന് പോകുന്ന സമയത്ത് ജനങ്ങൾ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ചോദിച്ചുകൊണ്ട് തുടങ്ങാം. കൃത്യമായിട്ട് ഉത്തരങ്ങൾ തരട്ടെ അവര്. തീർച്ചയായിട്ടും. ഇപ്പോൾ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുമുള്ളത് തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു കാർഷിക മേഖല, കുട്ടനാട് അടക്കമുള്ള മേഖലയാണ്. അവിടുത്തെ നെല്ല് സംഭരണം അടക്കമുള്ളത്, അതിൻ്റെ വില കൃത്യമായി കൊടുക്കുന്നതിലെ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. അതെല്ലാം അത് ഒരു വഴിക്ക് നടക്കുന്നു. പിന്നെ ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അടക്കമുള്ള പ്രശ്നങ്ങൾ, ഇവിടുത്തെ ഹരിപ്പാട് ആശുപത്രിയിലെ ഡയാലിസിസ് സെൻറ്ററിൽ 2 രോഗികൾ ഡയാലിസിസിനിടെ മരണപ്പെടുന്നു. അപ്പം സമസ്ത മേഖലയിലും പ്രശ്നങ്ങളുണ്ടെന്നാലും ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കർഷകരുടെ പ്രശ്നം, തീരദേശ മേഖലയിലെ പ്രശ്നം. ആ വിഷയങ്ങൾ പരിശോധിക്കുമ്പം ഇപ്പം ഇടതുപക്ഷത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഈ തീരദേശ മേഖലയിലെ തീരസംരക്ഷണമായാലും മത്സ്യത്തൊഴിലാളികളുടെ പാർപ്പിടത്തിനുള്ള സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിലും എന്തൊക്കെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായി ഈ സൂചിപ്പിച്ച കാർഷിക മേഖലയിലും തീരദേശ മേഖലയിലും മറ്റാരോഗ്യ മേഖലയിലും നടത്തി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ജനങ്ങൾ വളരെ കൃത്യമായി വിലയിരുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണിത്. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രളയമടക്കമുള്ള ദുരിത പ്രശ്നങ്ങൾ ഈ കാർഷിക മേഖലയെ വലിയ തോതിൽ ബാധിച്ചൊരു സാഹചര്യം ഉണ്ടായി. കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികൾ നമ്മുടെ കാർഷിക മേഖലയെ വലിയ തോതിൽ ബാധിച്ചു. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളെല്ലാം നമ്മുടെ നാട്ടിലെ കാർഷിക മേഖല തകർന്നു പോകാതെ ഇരിക്കാൻ വേണ്ട കൃത്യമായ നിലപാട് VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായാലും P പ്രസാദിന്റെ നേതൃത്വത്തിലായാലും കാർഷിക വകുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കർഷകർക്ക് ഇൻഷുറൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടും വിവിധ പദ്ധതികൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടും സബ്സിഡി ഇനത്തിൽ ആവശ്യമായ സബ്സിഡികൾ വാങ്ങിയെടുത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടും കൃത്യമായ ഇടപെടൽ ഈ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരം വലിയ പ്രതിസന്ധികൾ ഉണ്ടായ നമ്മുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സബ്സിഡിയുടെ ഒരു പ്രശ്നമാണ് പ്രധാനമായിട്ടുള്ളത്. ഈ നെല്ലിന്റെ സബ്സിഡി ഇനത്തിൽ ലഭിക്കാത്ത ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. അതാണ് ഒരു വലിയ പ്രശ്നം. കണക്കിനെ സംബന്ധിച്ച് പോരായ്മകൾ ഉണ്ടായേക്കാം, പക്ഷേ ഈ കൃത്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഇരിക്കുന്ന ഒരു മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടാവും, തീർച്ചയായും. നെൽകർഷകർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന ഒരു വിഷയം ഓരോ വർഷവും ഈ താങ്ങുവില, അതായത് പ്രൊഡക്ഷൻ ഇൻസെന്റീവായിട്ട് കൊടുക്കുന്ന തുക, അങ്ങനെ കഴിഞ്ഞ 5 വർഷത്തിനിടെ 5 രൂപ 2 പൈസ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു നൽകി. പക്ഷേ അത് സംസ്ഥാന സർക്കാർ കർഷകർക്ക് കൊടുക്കാതെ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന സഹായത്തിൽ നിന്ന് അങ്ങ് കുറവ് ചെയ്യുകയത്. അപ്പം 5 വർഷം മുമ്പ് എന്തായിരുന്ന വില, അതേ വിലയ്ക്കാണ് ഇവിടെ നെല്ല് സംഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വില കൃത്യം കിട്ടുന്നുമില്ല. ഇതാണ് കർഷകർ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. അപ്പം അത്തരം പ്രശ്നങ്ങൾ അതിജീവിച്ചാണ് കർഷകർ
കൃഷിക്ക് ഇറങ്ങുന്നത്. അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നിട്ടും നെല്ലിന് വില കൃത്യസമയത്ത് കിട്ടുന്നില്ല. ഇത്തരം കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ ജില്ലയിൽ നിന്ന് തന്നെ കൃഷിമന്ത്രി കൃത്യമായിട്ടും പാവങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രതിനിധിയും വകുപ്പിനെ പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്രയും വലിയ 2 പ്രതിസന്ധികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായപ്പോഴും ഈ സെക്ടറിനെ താങ്ങി നിർത്താൻ ഇത്രയെങ്കിലും നമ്മുടെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ സൂചിപ്പിച്ച താങ്ങുവിലയെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തെ അടിസ്ഥാനമാക്കി ഒരു സാമ്പത്തിക സഹായം അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഒരു സന്തുലിതാവസ്ഥ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുകൾ തമ്മിൽ ഉണ്ടാകണം. ഇവിടെ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുകളിലെ സാമ്പത്തിക സന്തുലിതാവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകുന്നത് സാമ്പത്തികപരമായ ഒരു സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത്. എപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് ഈ 2ാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തികപരമായി സമ്മർദ്ദത്തിലായിരുന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്കിലും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കൃത്യമായി കാർഷിക ഇൻഷുറൻസ് അടക്കമുള്ള പദ്ധതികൾ ഈ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ കാർഷിക മേഖലയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് കൺട്രോൾ റൂം തുറക്കുകയാണ്. മനസ്സിലായി, എല്ലാ ജില്ലകളിലും കാർഷികവുമായി ബന്ധപ്പെട്ട് കൃഷിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹാരം നേടിയെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടി പരാതികൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ അടക്കം നമ്മുടെ ഗവൺമെന്റ് നടത്തിയ യാത്രയുമായി ബന്ധപ്പെട്ടും ജനങ്ങളിൽ നിന്നും വിവിധ പരാതികൾ സ്വീകരിച്ച് അതൊരു പരിധിവരെ ഇടപെടുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ച ആരോഗ്യ മേഖലയിലാണെങ്കിലും ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായി എന്ന് പറയുന്ന ഒരു പ്രതിസന്ധിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടിയിരിക്കെ ന്യൂനത ഉള്ള ചെറിയ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉണ്ടാവാം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു തരത്തിലും അതിനെ ഞാൻ കുറച്ച് കാണുന്നില്ല. മറിച്ച് അത്തരം ഒരു ന്യൂനതകൾ ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യാതെ പോകരുത്. കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുകയാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി, ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കണ്ണൂര് തളിപ്പറമ്പിലുള്ള താലൂക്ക് ആശുപത്രിയിൽ കരൾമാറ്റ ശസ്ത്രക്രിയ ലോകത്തിൽ തന്നെ ആദ്യമായി ഒരു താലൂക്ക് ആശുപത്രിയിൽ നടക്കുകയാണ്. ആലോചിക്കണം, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യമായിരിക്കാം. നമ്മുടെ ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ നടത്തില്ല സാധാരണ വളരെ പരിതാപകരമാണ്. എന്താ പറയാ, അതിനുവേണ്ടി ഇൻസ്ട്രുമെന്റ്സ് ഇല്ല, അല്ലെങ്കിൽ അത്രയും സെക്യൂർഡ് ആയിട്ട് ഒരു ബിൽഡിംഗ് പോലും ഇല്ലാത്ത ആശുപത്രികൾ അല്ല. ആ ഗതിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഈ 10 വർഷം മുൻപ് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ അടക്കം മുതൽ മുകളിലോട്ടെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ 2026 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിലും നമ്മുടെ മറ്റ് ആശുപത്രിയിലും നടക്കുന്ന ശിശുമരണ നിരക്കുകളെ സംബന്ധിച്ചിട്ടുള്ള നിരക്ക് മാത്രം നമ്മൾ ഒന്നെടുത്ത് പരിശോധിച്ചാൽ മതി. കാരണം അമേരിക്കയെക്കാൾ ഉപരിയായി താഴ്ന്ന രീതിയിലാണ് നമ്മുടെ ശിശുമരണ നിരക്ക്. നമ്മുടെ കേരളത്തിലെ ഏകദേശം 5 ആണ് നമ്മുടെ ശിശുമരണ നിരക്കുന്നത്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കുമ്പോൾ അത് 1000-ലാണ് കണക്കാക്കുന്നത്. 1000-ൽ ഒരു 1000 പ്രസവം നടക്കുമ്പോൾ അതിൽ 5 കുട്ടികൾ മാത്രമാണ് 2026 കേരളത്തിൽ മരിക്കുന്നത്. എന്നാൽ അമേരിക്കയിൽ അതിൻ്റെ തോത് വളരെ കൂടുതലാണ്. ഇവിടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ 5 കുട്ടികളാണ് മരിക്കുന്നതെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ 50-ഉം 100-ഉം ആളുകൾ മരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ മണ്ഡലത്തിലെ അടക്കം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മറ്റ് സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്ന അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നത് ചെറുതല്ലാത്ത മരണനിരക്കാണ്. UDF-നോട് പറയാനുള്ള ഓരോരുത്തരിലേക്കും ഈ പറഞ്ഞ വിഷയങ്ങളിൽ എന്താണ് ചൂണ്ടിക്കാണിക്കാനുള്ള UDF എന്നല്ല? ഒരിക്കലുമല്ല. ഞാനൊരു തീരദേശവാസി കൂടിയാണ്. ഇപ്പോൾ തീരദേശത്തെ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചില്ല, ഞാനതിനും തുടങ്ങാം. തീരദേശത്ത് പ്രധാനമായിട്ട് തീരസംരക്ഷണമാണ് ജനങ്ങളുടെ ആവശ്യം. വർഷത്തിൽ 3-4 പ്രാവശ്യം വലിയ കടലാക്രമണം ഉണ്ടാകും. അപ്പോൾ ജനങ്ങൾ റോഡടക്കം തടയുന്ന സാഹചര്യം ഉണ്ടാകും. അധികാരികൾ വരും, ഓരോ പ്രാവശ്യവും ഇങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ 10 വർഷം കേന്ദ്ര സർക്കാരിൽ നിന്ന് തീര സംരക്ഷണത്തിനായി 1 രൂപ പോലും അനുവദിച്ചിട്ടില്ല. അതൊരു പ്രശ്നമായി നിലനിൽക്കും. അതോടൊപ്പം തന്നെ കേരള സർക്കാരിനും അതിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് തൃക്കുന്നപ്പുഴയുടെ മാറാട്ടുപുഴയൊക്കെ തീരങ്ങളിൽ നിലവിലുള്ള കടൽഭിത്തിയും പുലിമുട്ടുമൊക്കെ അതിനു മുമ്പ് UDF സർക്കാരിൻ്റെ കാലത്തിട്ട പുലിമുട്ടുകളും കടൽഭിത്തിയുമാണ്. എന്നാൽ ഇപ്പോൾ ഈ 10 വർഷത്തിന് ശേഷം ഈ അവസാനത്തെ മന്ത്രിസഭയിൽ ഒരു തീരുമാനമെടുത്തു. 500 കോടി രൂപ ADB വായ്പ ആയിട്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴയ്ക്കും മാറാട്ടുപുഴയ്ക്കും അനുവദിച്ചു.
അതിൽ തന്നെ ഇപ്പോൾ വലിയ പിന്നെ വാഗ്വാദങ്ങൾ നടക്കുകയാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ സംഭാവനയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിനാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ ഒരു എസ്റ്റിമേറ്റോ പ്രൊജക്റ്റോ ഒന്നുമല്ല. രമേശ് ചെന്നിത്തല ഈ UDF സർക്കാരിൻ്റെ കാലത്ത് തൃക്കുന്നപ്പുഴയുടെ മാറാട്ടം തീരത്തും മുഴുവൻ സ്ഥലങ്ങളിലും പുലിമുട്ടിടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിൽ അന്ന് പണം അനുവദിക്കാൻ കഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം വിട്ടു. അതിനുശേഷം അന്ന് ഉണ്ടാക്കിയ പ്രോജക്റ്റ് എസ്റ്റിമേറ്റുമാണ് ഇപ്പോൾ ഈ 10 വർഷത്തിന് ശേഷം അവസാനം ADBയുടെ ലോണിനായി അനുവദിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടും അതിന് കാരണക്കാരനായത് രമേശ് ചെന്നിത്തല ഇടപെടൽ തന്നെയാണ്. ഈ അവസാന വർഷത്തിലെങ്കിലും ഇപ്പം ഇടതുപക്ഷത്തിന് അത് ഞങ്ങൾ അനുവദിച്ചു എന്നെങ്കിലും പറയാനൊരു സാഹചര്യം ഉണ്ടായത് രമേശ് ചെന്നിത്തലയുടെ നിരന്തരമായ ഇടപെടൽ കൊണ്ടാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തീരപ്രദേശം കടൽ മണൽ ഖനനം പോലെ തന്നെ പിന്നെ ബ്ലൂ എക്കണോമി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടുവന്നിട്ട് പിന്നെ നിരവധി പ്രോജക്റ്റുകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരും. അതിനൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ പിന്നെ അനുമതിയോടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ നടത്തിയ ഇടപെടലുകളൊക്കെ രഹസ്യമായിരുന്നു. പക്ഷേ ഇവിടുന്ന് പോയ 19 MP കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ആയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ കേന്ദ്രത്തിൽ പറയാനും സംസാരിക്കാനും വേണ്ടേ? അത് കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നു. അതിനുശേഷമാണ് ടെൻഡർ നടത്തിയിട്ട് ടെൻഡറിൽ ആരും അത് ജനങ്ങളുടെ രോഷം കാരണമാണ്. കാരണം ടെൻഡർ എടുത്ത് കോടിക്കണക്കിന് രൂപ ചിലവായി കഴിഞ്ഞാൽ അത് ലാഭം കിട്ടുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് അത് ആരും ടെൻഡർ ഇതുവരെ എടുക്കാറുണ്ട്. രണ്ടാമത്തത് നമുക്കറിയാം, ഈ കാർഷിക മേഖലയെക്കുറിച്ച് പറഞ്ഞു. കുട്ടനാടിനെ കാർഷിക മേഖലയെ രക്ഷിക്കാനെന്ന നിലയിലാണ് തോട്ടപ്പള്ളിയിൽ നിന്ന് മണലെടുത്തുകൊണ്ട് പോയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അവിടെ ഉപ്പുവെള്ളം കയറി കുട്ടനാട്ടിലെ കൃഷി മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഉണ്ടായ നെല്ല് സംഭരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ 150 കോടിയിലധികം രൂപ കേരളത്തിൻ്റെ കുടിശ്ശികയുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ 1100 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്. അതിരിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ ഉൽപ്പാദനം നടത്താൻ കഴിയുന്ന കുട്ടനാട്ടിൽ നമുക്ക് തോട്ടപ്പള്ളിയിലെ മണലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ അവിടുത്തെ ഷട്ടറുകൾ നമുക്ക് അടക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ശക്തമായ ഉപ്പുവെള്ളം കയറുന്നത് കൊണ്ട് നമുക്കവിടെ കർഷകർ എല്ലാം ദുരിതത്തിലാണ്. അപ്പോൾ കുട്ടനാടിനെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞ് ആ മണ്ണെടുത്ത് തോട് പോലെ കായൽ പോലെ ആക്കിയെങ്കിൽ ഇപ്പോഴവിടെ അത് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ മണ്ണില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് രണ്ടാമത്തെ കാര്യം. ഈ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഇപ്പോൾ ശിശുമരണ നിരക്ക് പറഞ്ഞു. പ്രിയപ്പെട്ട ആദർശിന് പറയാൻ കഴിയുമോ ഈ 10 വർഷം കൊണ്ടാണ് ഈ കേരളത്തിലെ ശിശുമരണ നിരക്ക് കുറയാൻ കാരണമായത്? അതിന് ഇടതുപക്ഷം നടപ്പിലാക്കിയ ഏതെങ്കിലും പദ്ധതികളെ കുറിച്ച് പറയാമോ? അല്ലെങ്കിൽ നേരത്തെ 10 വർഷത്തിന് മുമ്പ് കേരളത്തിലെ ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ വലിയ വർധനമായിരുന്നു. അതിനുശേഷം ഇന്ന പദ്ധതികളിലൂടെ ഞങ്ങൾ ഇന്ന ഹെഡിലൂടെ ഇത്ര കോടി രൂപ മുടക്കി ഇന്ന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടാണ് ഞങ്ങൾ കേരളത്തിലെ ശിശുമരണ നിരക്ക് കുറച്ചെന്ന് നമുക്ക് പറയാൻ ഇല്ല. അപ്പോൾ കാലാകാലങ്ങളിലായിട്ട് കേരളത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ്റുകളും കേരളത്തിലെ അവബോധമുള്ള ജനങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആശാവർക്കർമാരെന്ന് UPA സർക്കാർ നടപ്പിലാക്കിയ ആശാവർക്കർമാരും ഒക്കെ വഴിയാണ് നമ്മൾ കൃത്യമായും ഈ പിന്നെ ഗർഭിണിയാകുന്നത് മുതൽ അവർക്ക് വേണ്ട പോഷകാഹാരങ്ങളും അവരെ മോണിറ്ററിങ് ചെയ്യുന്ന സംവിധാനം, അവർക്ക് വേണ്ട ഇഞ്ചക്ഷൻ, അവർക്ക് വേണ്ട ബോധവൽക്കരണം, അങ്ങനെ വിവിധ പരിപാടികൾ. അതിന് ആശാവർക്കർമാർക്ക് ഇൻസെന്റീവ് ഉണ്ട് ഓരോ ഘട്ടത്തിലെ. കേരളത്തിന്റെ ഒരു ആരോഗ്യ മേഖല, അതെ, ആരോഗ്യ മേഖലയാണ്. പക്ഷെ എന്നാൽ ഈ 10 വർഷം കൊണ്ട് അത് തകർന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമുക്ക് ഇപ്പം 1-2 ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ നടന്നു, നമ്മളാരും തർക്കിക്കുന്നുമില്ല, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അത് ഒരു ആശുപത്രിയിൽ നിന്ന് വേറൊരു ആശുപത്രിയിലേക്ക് നടത്താൻ കഴിയാത്തത്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നടന്നതിന് ശേഷം വേറൊരു ഓപ്പറേഷൻ നടക്കാത്തതെന്നാണ്? ഇതാണ് നമ്മുടെ പ്രശ്നം. ഇത് എല്ലാ കമ്പനികൾ പരസ്യം കാണിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കും. ഒരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ ആ വണ്ടി നല്ല രീതിയിൽ ഓടിച്ച് സർക്കസ് കാണിക്കും, പക്ഷേ പിന്നീട് നമ്മൾ എടുത്താൽ ആ സർക്കസ് നടക്കത്തില്ല. അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ ആരോഗ്യരംഗം. നമുക്കറിയാം, ഇപ്പോൾ വളരെ ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ കേരളത്തിൽ പേപ്പട്ടി വിഷബാധ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ ആശുപത്രികളിൽ വരുന്ന ഈ പേപ്പട്ടി കടിക്കുമ്പോഴുണ്ടാകുന്ന കുത്തിവയ്ക്കുന്ന ഇഞ്ചക്ഷൻ ഒരു ഇതിൽ 4 പേർക്ക് എടുക്കേണ്ട മരുന്നാണ് വരുന്നത്. അപ്പോൾ തൃക്കുന്നപ്പുഴ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം തൃക്കുന്നപ്പുഴയിൽ അന്ന് ഒരാളെ കഴിച്ചോളെങ്കിൽ ബാക്കി 3 പേരുടെ മരുന്ന് വേസ്റ്റാണ്. അപ്പോൾ
എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് ഇവിടെ എല്ലാ ഞാൻ ഒരാളെ മാത്രം അതിൽ കുറ്റപ്പെടുന്നില്ല, കാലാകാലങ്ങളിൽ കേരളത്തിൽ ഭരിച്ച എല്ലാ ഗവൺമെൻറ്റുകൾക്കും എന്തുകൊണ്ടാണ് ഈ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയോട് നിങ്ങൾക്ക് സിംഗിൾ ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് ഈ മരുന്ന് സപ്ലൈ ചെയ്യണമെന്ന് പോലും കഴിഞ്ഞില്ല? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്നെ പണം കൊടുത്തതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് പണം കൈപ്പറ്റിയിരിക്കുന്നത് കേരളത്തിലെ ഭരണപക്ഷമാണ്. അപ്പോഴാണ് നമ്മൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. കലാകാലങ്ങളിൽ ഈ പറയുന്ന പേപ്പട്ടി വിഷബാധയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ നമുക്കറിയാം മംസ് നമ്മുടെ തൃക്കുന്നപ്പുഴയിലെ തീരപ്രദേശങ്ങളിൽ മുണ്ടുനീര് കുട്ടികൾക്ക് പടർന്നു പിടിച്ചു. അപ്പോൾ വ്യാപകമായ സ്കൂളുകളിൽ അവധി 20 ദിവസം 30 ദിവസമൊക്കെ അവധി കൊടുത്തു. ജനം ടി വിയിലൊക്കെ വാർത്ത വന്നതാണ് അതിനകത്ത്. നമ്മളതിന് മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഈ സർക്കാർ കയറിയതിന് ശേഷം ഈ മംസിനുള്ള ഇഞ്ചക്ഷൻ നിർത്തിക്കളഞ്ഞു. എന്തുകൊണ്ടാണ്? ഇത് ആരുടെ എന്തെങ്കിലും പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? ഇത് ആൺകുട്ടികളെ വളരെ രീതിയിൽ ബാധിക്കുന്ന, ഇത് ഗുരുതരമായി കഴിഞ്ഞാൽ പ്രത്യുൽപാദന ശേഷി പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു രോഗമാണ് മുണ്ടുനീര്. അതിൻ്റെ പോലും പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാനുള്ള മരുന്ന് നമ്മളോട് പറയാതെ, എന്നാൽ സ്വകാര്യ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ടും ഈ ഇഞ്ചക്ഷൻ ഉണ്ട്, പൈസ കൊടുത്താൽ കിട്ടും. സർക്കാർ ആശുപത്രികൾ നമ്മളെ പോലുള്ള മക്കൾ ചെല്ലുമ്പോൾ അവർക്ക് പിന്നീട് അവരുടെ പ്രത്യുൽപാദന ശേഷി പോലും ഇല്ലാതാക്കുന്ന തരത്തിൽ അവർക്ക് മരുന്ന് ആ കുത്തിവയ്പ്പ് കിട്ടാത്ത സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ. NDAക്ക് മൊത്തത്തിൽ പിണറായി സർക്കാരിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലും ഇപ്പോഴത്തെ ഒരു ആലപ്പുഴ ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യം. പിണറായി സർക്കാരിനെ ഒരു വിലയിരുത്താനാണെങ്കിൽ എന്താ പറയുക, പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സർക്കാർ, പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു സർക്കാർ. ഇപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതിലേക്ക് വരാം, ആദ്യം ശിശുമരണ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം, അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സമ്പൂർണ്ണ മദ്യവർജനമാണ് ആദ്യം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നൊരു ഘടകമാണ്. ഇന്നെനിക്കൊന്ന് ഏകദേശം 800 ബാറുകൾ തുറന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് മദ്യ ഉൽപ്പന്നങ്ങൾ വരെ ഉണ്ടാക്കുന്നു. KSRTC ഡിപ്പോ വഴി സപ്ലൈ ചെയ്യുമെന്ന് പറയുന്നു. ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായ രീതി. അപ്പോൾ എന്താണ് നമ്മുടെ പ്രഖ്യാപനവും അത് നടപ്പിലാക്കുന്ന തമ്മിലുള്ളൊരു ബന്ധം വളരെ അനന്തരമാണ്. നമുക്ക് എന്താണോ പറയുന്നത് അതിന് നേർ വിപരീതമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുപരി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളല്ലാതെ കേന്ദ്ര വിഹിതം കിട്ടുന്നതുകൊണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ട് എടുക്കാൻ തന്നെ നമുക്കറിയാം, നിതിൻ ഗഡ്കരി പറഞ്ഞൊരു പ്രസ്താവന, കേരളത്തിന് നാഷണൽ ഹൈവേയുടെ അവരുടെ പൈസ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിലും നമുക്കത് പൂർത്തീകരിക്കാതിരിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞങ്ങളത് പൂർണ്ണമായി പൂർത്തീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ നേരത്തെ കേരളത്തിലുണ്ടായിരുന്നു, കേന്ദ്രത്തിലുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ CPM ഭരിക്കുമ്പോൾ തന്നെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെ കേരളത്തിലും കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇവർ ഒരുമിച്ച് കേന്ദ്രം ഭരിച്ച സമയമുണ്ടായിരുന്നു. ആ സമയത്തൊന്നും നടപ്പിലാക്കാൻ പറ്റാത്ത ദേശീയപാത, സ്വപ്നങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ദേശീയപാത എന്ന് യാഥാർത്ഥ്യമായതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റും നരേന്ദ്രമോദി സർക്കാരിന് തന്നെയാണ്. പിന്നെ ഈ ശിശുമരണ നിരക്കിനെ പറ്റി ഇവിടെ എൻ്റെ 2 സുഹൃത്തുക്കളും ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം ഇതിൻ്റെ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദർശ കേരളത്തിൻ്റെ ജനസംഖ്യ എത്രയാണെന്നറിയാം? UPയുടെ ജനസംഖ്യ എത്രയാണ്? 23 കോടിയുണ്ട്. അപ്പം നമ്മൾ കണക്കെടുക്കുമ്പോൾ കേരളത്തിൽ 5 അല്ലെങ്കിൽ 10 ആണ് ശിശുമരണ നിരക്കെന്ന് പറയുമ്പോൾ UPയിൽ 25 ആണെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് എടുക്കുന്ന അടിസ്ഥാനത്തിൽ എവിടെയാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്? കേവലം 3 കോടി ജനസംഖ്യയാണ് കേരളത്തിലുള്ളത്, UPയിൽ 21 കോടി ജനസംഖ്യ. അപ്പോൾ നമ്മൾ എണ്ണം എടുക്കുമ്പോൾ അതും കൂടെ ഒന്ന് വിലയിരുത്തണമെന്നാണ് എനിക്ക് പറയുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, കേന്ദ്ര സാധാരണക്കാരനായ മനുഷ്യർ മുതൽ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പറയുന്നത്. സർവ്വവ്യാപിയും സർവ്വസ്പർശിയുമാണ്. അത് കൃത്യമായ ആ രീതിയിൽ പോകുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ സാധാരണക്കാരൻ്റെ ഒരു നിത്യജീവിതം എടുത്തു നോക്കിയാൽ അവൻ ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നിടം വരെയും അവൻ പോലും അറിയാതെ കേന്ദ്ര പദ്ധതിയുടെ ഉപഭോക്താവ്. ഇപ്പോൾ ഒരു സാധാരണ വീട്ടിലേക്ക് നമുക്കൊന്ന് കടന്നില്ല, ഒരു ഉദാഹരണത്തിന് അവൻ ഉണർന്നാൽ, ഒരാൾ ആദ്യം ഉണർന്നാൽ എന്താ ചെയ്യുക? ഉറക്കം ഉണർന്നാൽ അത് ലൈറ്റ് ഇടും. കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ വൈദ്യുതി കണക്ഷനാണ് അല്ലേ? അത് കഴിഞ്ഞാൽ നേരെ ഒരു വീട്ടമ്മയാണെങ്കിൽ ആ വീട്ടമ്മ പോകുന്നത് എങ്ങോട്ടേക്ക്? അടുക്കളയിലേക്കായിരിക്കും. അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ എന്താ, ആദ്യം നമുക്ക് ആഹാരം പാചകം ചെയ്യണം. ഇതൊക്കെ തർക്കങ്ങളുണ്ട്, ഇടപെടാം കേട്ടോ. അല്ല പറയാം അല്ല അപ്പോൾ നമ്മൾ രാവിലെ ഉറക്കപ്പെടുന്ന നേരെ ഒരു കലമെടുത്ത് വെള്ളം ഒഴിച്ച ജലജീവൻ മിഷൻ വരുന്ന വരെ വെള്ളമാണ്. അരി എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഗരീബ് കല്യാൺ യോജന വഴി ഇരുന്ന അരിയാണ്. ആ അരി കത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഗ്യാസ് കണക്ഷൻ, സൗജന്യ ഗ്യാസ് കണക്ഷൻ.
PM ഉജ്ജൽ യോജന. അപ്പോൾ PM ഉജ്ജൽ യോജന വരുന്ന ഗ്യാസ് കണക്ഷനിൽ ജലജീവൻ വഴി വരുന്ന വെള്ളത്തിൽ ഗരീബ് കല്യാൺ യോജന വരുന്ന അരിയാണ് തിളച്ചെടുത്ത് സാധാരണക്കാരൻ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവനിനി പുറത്തോട്ട് പോകണമെങ്കിലും ഇപ്പോൾ PM കിസാൻ സമ്മാൻ നിധി നമ്മൾ മുടക്കിയിട്ടില്ല. നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ മാത്രമല്ല അത് പ്രഖ്യാപിക്കുന്നത്. എന്നാണോ പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇന്ന് വരെ അത് കൃത്യമായി 1 രൂപ പോലും മുടങ്ങാതെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ സർക്കാർ പ്രഖ്യാപിക്കുന്ന പോലെ എന്തെങ്കിലും പൈസ സാധാരണക്കാരൻ എത്ര ഇടനിലക്കാർ വഴിയെത്തും, പിന്നെ അവരത് മേടിക്കും, പാർട്ടി ഫണ്ടിലേക്ക് പിടിക്കും. ഇങ്ങനൊന്നുമില്ല. 2000 രൂപ ഇട്ടാൽ 2000 രൂപ അവർ അക്കൗണ്ടിലേക്ക് കിട്ടും. നമ്മൾ പറഞ്ഞതെല്ലാം പ്രഖ്യാപിച്ചൊരു സർക്കാർ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ NIA നിയമം ഭേദഗതി ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഭേദഗതി ചെയ്തില്ലേ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആർട്ടിക്കിൾ 370 എടുത്ത് കളയുമെന്ന് പറഞ്ഞു. 870 എടുത്ത് കളഞ്ഞില്ലേ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ CA നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ നടപ്പിലാക്കിയില്ലേ? ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാതെ മദ്യവർജനം നടത്തുമെന്ന് പറഞ്ഞിട്ട് മുക്കിന് ബാറ് തുറക്കാറില്ല. അപ്പോൾ പറയുന്ന പദ്ധതികൾ കൃത്യമായി അത് കൂടാതെ ആരുടെയും മുമ്പിൽ മുട്ടുമടക്കുന്ന സർക്കാരില്ല. ഇപ്പം 370 എടുത്ത് കളഞ്ഞപ്പോൾ വളരെ പ്രക്ഷോഭങ്ങളോടുണ്ടായി, പക്ഷേ മുട്ടുമടക്കും. ഇവിടെ ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കളക്ടറെ മാർക്കാൻ നേരത്ത് മാറ്റണം എന്ന് ഉത്തരവിറക്കിയപ്പോൾ കാന്തപുരം ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രകടനം നടത്തിയപ്പോൾ പിണറായി വിജയൻ മുട്ടുമടക്കി, ആലപ്പുഴ ജില്ലാ കളക്ടറെ മാറ്റി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ടുവന്നൊരു തീരുമാനം ഉണ്ടായി. അപ്പോഴേ ഇവിടുത്തെ ഒരു ന്യൂനപക്ഷ സംഘടനകൾ അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കുമ്പോൾ അതിനു മുമ്പ് മുട്ടുമടക്കുകയാണ്. അപ്പം അവർക്ക് സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ നട്ടലില്ലാത്തൊരു സർക്കാരാണ്. കോൺഗ്രസിനെ തീർച്ചയായിട്ടും. കാരണം അങ്ങനെയാണ്. ഇരട്ടച്ചങ്കനാണെങ്കിൽ ധൈര്യമായി പറയാം, കളക്ടറെ നിയമിച്ചത് സർക്കാരാണ്, മാറ്റാൻ സാധിക്കില്ല. വഖഫ് ബോർഡ് നിയമനം സർക്കാരിൻ്റെ തീരുമാനമാണ്, മാറ്റാൻ സാധിക്കില്ല. പറയാൻ പറ്റിയവർക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഭയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ നാഷണൽ ലീഗിനെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയൊക്കെ പേടിച്ചിട്ടാണ് ഭരിക്കുന്നത്. UDFനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ജനസഭയിൽ പറഞ്ഞു, UDFനെ സംബന്ധിച്ച് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ ജമാഅത്ത് ഇസ്ലാമിയെ പേടിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. കാരണം KM ഷാജിയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം നമ്മൾ പറയാം, മതമാണ് വലുത്, ഞങ്ങൾക്ക് മതം തന്നെയാണ് വലുത് KM ഷാജി പറഞ്ഞു. പക്ഷേ ആ പ്രസ്താവന തിരുത്തണമെന്ന് ഇവിടുത്തെ VD സതീശൻ പറഞ്ഞിട്ടില്ല, K സുധാകരൻ പറഞ്ഞിട്ടില്ല, രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല. അവർക്ക് ഭയമാണ് പറയാൻ. അപ്പോൾ അതുകൊണ്ടാണ് അവർ വ്യക്തിപരമായി ഒരു തീരുമാനം സ്വതന്ത്രമായി എടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തതാണ് ഇരുമുന്നണികൾ. അവർക്ക് ഭയമാണ്. ഞങ്ങൾക്ക് ആരെയും ഭയമില്ല. ഞങ്ങൾ 370 എടുത്ത് കളഞ്ഞു. എന്ത് പ്രശ്നം ഉണ്ടായാലും അത് എടുത്ത് കളഞ്ഞാണ്. അത് മാറ്റമില്ല. ഒരു സംഘടനകളുടെയും മുമ്പിൽ മുട്ടുമടക്കാറില്ല. എന്തായാലും LDF വികസനം നടത്തിയെന്ന് പറയുന്നു, UDFും NDAയും അതിൻ്റെ പോരായ്മകൾ പറയുന്നു. അപ്പം ഒരു തുടർഭരണം ഉണ്ടാവുമോ? NDA മുന്നേറ്റം ഉണ്ടാക്കുമോ? അതേ UDF അധികാരത്തിലേക്ക് വരുമോ? എന്തിനാണ്? സജി ചെറിയാനുണ്ട്, ഒപ്പം തന്നെ P പ്രസാദ് ഉണ്ട്. അവിടെ ആലപ്പുഴ ജില്ലയിൽ നടത്തിയ ഒരു 10 വികസന പ്രവർത്തനങ്ങൾ ഒന്ന് പറയാൻ സാധിക്കും? വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ. കേരളത്തിലെ ഒരു മന്ത്രിസഭ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ BJPയുടെ സുഹൃത്ത് സൂചിപ്പിച്ചൊരു കാര്യം സംബന്ധിച്ചപ്പോൾ എനിക്ക് സത്യത്തിലൊരു തമാശ തോന്നി. കാരണം BJP ഗവൺമെൻറ് നമ്മുടെ നാട് ഭരിച്ചില്ലെങ്കിൽ ഒരു വീട്ടിൽ അരി വേവാത്ത സാഹചര്യമുണ്ട് എന്നുള്ള രീതിയിലാണ്. കാരണം വെള്ളം കൊടുക്കുന്നു, അരി കൊടുക്കുന്നു, അത് പാചകം ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നു. ഇപ്പോൾ വീട്ടിൽ അടുക്കളകളിൽ ഗ്യാസ് ഇല്ലാത്ത സാഹചര്യമുണ്ട്. ആരുടെ നിലപാട് കൊണ്ടാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾക്ക് ഞാനൊന്ന് മറുപടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലൊരു വികസന പ്രവർത്തനം എന്ത് രീതിയിൽ നടന്നു. ഇപ്പോൾ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് UDFൻ്റെ ചേട്ടൻ പറഞ്ഞത്, പിന്നെ ഒറ്റപ്പെട്ട 2 ആശുപത്രികളിൽ ഒരു സർജറി നടന്നു എന്നുള്ളത് നമ്മളൊരു പരസ്യ ബ്രാൻഡായി കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. UDFൻ്റെ കാലഘട്ടത്തിൽ ഈ ആശുപത്രികളിൽ എന്തായിരുന്നു അവസ്ഥ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കോവിഡ് പോലൊരു പ്രതിസന്ധി വന്നു. അത് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാളിതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു സാഹചര്യം. അല്ല, ഒരിക്കലും കോവിഡിന്റെ പേര് പറഞ്ഞിട്ടില്ല. നമ്മൾ കൃത്യമായ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ആണ് കേരളത്തിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള. ക്രൈസിസ് മാനേജ്മെന്റിനെ പറ്റിയാണ്. നമ്മുടെ ഹരിപ്പാട് മണ്ഡലത്തിൽ ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾ പോലും TT ജിസ്മോനാണ്, AVFന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. നമ്മുടെ വയനാട് ദുരന്തം നടന്ന സാഹചര്യത്തിൽ അവിടെ ഓടിയെത്തി ആദ്യമായി ഒരു യുവജന സംഘടന കേരളത്തിൽ, DYFI പോലെ തന്നെ ആദ്യമായി ഒരു യുവജന സംഘടന ആ നാട്ടിലെ ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ രീതിയിൽ ഒരു 10 വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ സംഘടനയുടെ പ്രതിനിധി കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് സഖാവ് TT ജിസ്മോൻ ഇവിടെ മത്സരിക്കുന്നത്. ഇവിടെ NDAയുടെ സുഹൃത്തിൻ്റെ ഭാഗത്തുനിന്നും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ നാടിനെ സാമ്പത്തികപരമായി സമ്മർദ്ദത്തിലാഴ്ത്താൻ ശ്രമിച്ച സാഹചര്യങ്ങളിൽ മാത്രമാണ് സുപ്രീം കോടതി എന്താ വിധി പറഞ്ഞു, ഹൈക്കോടതി എന്താ വിധി പറഞ്ഞു. അല്ല, ആ കേന്ദ്ര ഫണ്ടിനെ പറ്റി ഞാൻ പറയാം. കണക്ക് കൊടുക്കുന്നില്ല. നമ്മളെല്ലാം 5 വർഷമായിട്ട് കൃത്യമായി കണക്ക് കൊടുക്കുന്നില്ല. നിർമ്മലാ സീതാരാമൻ ഇന്റർവ്യൂ പറഞ്ഞതല്ല, കാശ് കിട്ടാത്തത് തന്നെ പറഞ്ഞല്ലോ. ശിവൻകുട്ടി തന്നെ സമ്മതിച്ചില്ല കണക്ക് കൊടുത്ത കാര്യത്തെ പറ്റി പറയാം. നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി, പിന്നെ കേന്ദ്ര രക്ഷാസേനകൾ എല്ലാം വന്നതിന് ശേഷം ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കേരളത്തിലേക്ക് വന്ന കത്തെന്തായിരുന്നു?
എന്തായിരുന്നു കത്ത്? കൃത്യമായി കണക്ക് കൊടുത്തതാണല്ലോ. മാർച്ച് ആദ്യ വാരം 500 കോടി കൂടുതൽ കൊടുത്തില്ലേ? അല്ല, എന്തായിരുന്നു വന്ന കണക്ക്? കേരളത്തിൽ ഈ പറയുന്ന രക്ഷാദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അനുവദിച്ചിട്ടുള്ള എല്ലാ സഹായങ്ങളുടെയും എല്ലാ രക്ഷാദൗത്യ സേനകളുടെയും നരേന്ദ്രമോദി വന്ന ഹെലികോപ്റ്ററിന്റെ അടക്കം വാടക ഇനത്തിൽ 150 കോടി രൂപ പ്രത്യേക ഫണ്ട് കേരളത്തിൽ ലഭിക്കുന്നതല്ലേ, അതിൽ നിന്നല്ലേ കൊടുക്കുന്നത്? എങ്കിൽ ദേശീയ ദുരന്തമായിട്ട് നമ്മുടെ വയനാട് പ്രതിസന്ധി 506 കോടി രൂപ ഈ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ എന്താണ്? അതിൻ്റെതായ അല്ല, മാനദണ്ഡം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാതെ, അതായത് എന്ത് മാനദണ്ഡം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിലേറിയ നാളുകൾ അവരാഗ്രഹിക്കുന്നത് ദേശീയ ദുരന്തങ്ങൾ വരിക, പ്രകൃതിക്ഷോഭങ്ങൾ വരിക. കാരണം വരിക എന്നുള്ളതല്ല. അല്ല, തീർച്ചയായിട്ടും നടന്ന ദുരന്തത്തെ പ്രഖ്യാപിക്കാത്ത നിങ്ങളൊരു വിവരാശം വെച്ചാൽ, നടന്ന ആദർശ നാളെ പോയിട്ട് ഒരു വിവരാശം വെച്ചാൽ, നിങ്ങൾ ഇവിടെ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച തുകയുടെ വിവരാശം വെച്ചാൽ ലഭിക്കില്ല സുഹൃത്തെ. ചെന്നിത്തല കൊണ്ടുവരുന്ന വികസനത്തിനൊക്കെ ദുരുദ്ദേശമുണ്ടെന്നൊരു ആരോപണം ആദ്യഘട്ടം മുതലേ ഉണ്ട്. കാരണം കുമാരകോടി പാലം അത് കൂടുതൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ നടത്താതെ കരിമണൽ ഖനന ലോബിയായ ശശിധരൻ കർത്തയുടെ സ്ഥലത്തിന് ഭൂമിക്ക് ചേർന്നുകൊണ്ട് ആ പാലം കൊണ്ടുവന്നുകൊണ്ട്, അതായത് ആ മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള ഒരു പാലം പ്രഖ്യാപിക്കുന്നു, അത് നടപ്പാക്കുന്നു. അതിലെ ഒരു ദുരൂഹത ഇപ്പോഴും പല ഭാഗത്തുനിന്ന് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതുപോലാണ് പോലീസ് ജോലി തട്ടിപ്പ് കേസ് LDF ഒതുക്കുന്നു, അതേസമയം കൃഷ്ണപിള്ള സ്മാരകം തകർത്തത് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഒതുക്കുന്നു. അത്തരമൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമുണ്ടോ ഇവിടെ? അല്ല, ഈ കൃഷ്ണപിള്ളയിൽ തന്നെ തുടങ്ങാം. കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർക്കുന്നത് ഒരു കോൺഗ്രസിന്റെ നേതാവിന് എങ്ങനെ ഒതുക്കാൻ പറ്റും? അപ്പോൾ കോൺഗ്രസ് CPM-നും CPI-ക്കും അതിനകത്ത് യാതൊരുവിധ CPM-ന് പങ്കെടുക്കാന്നല്ലേ അന്ന് തെളിഞ്ഞത്? അല്ല, അതിൽ ചിലപ്പോൾ ഏതെങ്കിലും വിഭാഗത്തിനായിരിക്കാം. പക്ഷെ മറുവിഭാഗം എവിടെ? P. കൃഷ്ണപിള്ളയെ തങ്ങളുടെ നേതാവായി കണയിൽ ദൈവത്തെ പോലെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ടല്ലോ. അതിലെ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പം അന്വേഷിച്ചിരുന്നത്? ഞാൻ പറയട്ടെ, ഇപ്പം അഭിമന്യു വധക്കേസ് യഥാർത്ഥ പ്രതിയെങ്കിലും ഇല്ല. ജലജ വധക്കേസിൽ അതുപോലെയാണ്, യഥാർത്ഥ പ്രതിയെ പിടിച്ചെടുത്തു. ഈ 10 വർഷം ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെ അധികാരം വന്നപ്പോൾ ഈ സംഭവം എല്ലാം താന്നുപോയി. മനസ്സിലായോ? അല്ല, അത് ഇപ്പം അമ്പലത്തിന്റെ ഭണ്ഡാരം എന്ന് വെച്ചാൽ 1 രൂപ 2 രൂപ അല്ലെ 10 രൂപ മോട്ടിക്കുന്നതും സ്വർണം അല്ല മോട്ടിക്കുന്നതും കളവ് തന്നെയാണ്. കളവ് അങ്ങനെ ഒരു വാക്ക് പോലും പറയാനുള്ള ധാർമ്മികതയില്ലാത്ത ഒരാളാണ്. ധാർമ്മികതയില്ല. ദൈവത്തിന്റെ അയ്യപ്പന്റെ ശരീരത്തിൽ പൂശിയിരുന്ന സ്വർണം അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞതിനേക്കാൾ കാണിക്ക വഞ്ചിയൊക്കെ സ്ഥിരം പ്രതീക്ഷകൾ ഇവിടുത്തെ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള പ്രതീക്ഷകൾ ഓരോ മുന്നണിയുടേതൊന്ന് പങ്കുവെക്കാറുണ്ട്. 9 മണ്ഡലങ്ങളിലും ഇത്തവണ ഹരിപ്പാട് മാറും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഹരിപ്പാട് മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സഖാവ് TT ജിസ്മോനാണ്. 63 വർഷത്തെ പാർട്ടി പ്രവർത്തനം നിർത്തിയാണ് G. സുധാകരൻ UDF പിന്തുണയോടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത്. അവിടുത്തെ അവസ്ഥ എന്താ? ഇവിടുത്തെ G. സുധാകരന്റെ നിലപാടിനെ സംബന്ധിച്ച് CPIM-ന്റെ നേതാക്കൾ വരെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. കാരണം അദ്ദേഹം ഈ പ്രസ്ഥാനം വിട്ടു പോയി മറുപാളയത്തിലേക്ക് മത്സരത്തിന് ഇറങ്ങുമ്പോൾ അദ്ദേഹം സ്വയമേ പ്രഖ്യാപിക്കുന്നുണ്ട്, ഞാൻ ഈ പാർട്ടിയിലെ, അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കൾ അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്, ഞാൻ ഈ പാർട്ടിയിലെ പ്രശ്നങ്ങളെ അതിനെ വിമർശിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്ത് നിന്ന് വിമർശിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പാർട്ടി, അല്ലെ പാർട്ടിയിൽ തിരുത്താൻ വേണ്ടിയാണ്. പാർട്ടിയെ തിരുത്താൻ അതെ, ഞാനതാണ് പറയുന്നത്. പാർട്ടിയെ തിരുത്തുവാൻ വേണ്ടി ഒരാൾ ചെയ്യേണ്ടത് മറുപാളയത്തിൽ പോയി പാർട്ടിക്കെതിരെ മത്സരിക്കുകയല്ല ചെയ്യേണ്ടത്. പാർട്ടിയെ സ്വന്തം പാളയത്തിൽ പറയാൻ പറ്റിയില്ലെങ്കിൽ സ്വതന്ത്രമായി നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കാം. അല്ലാതെ പിന്തുണയ്ക്കുന്നു, അത് സ്വീകരിക്കുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. മറുപാളയത്തിൽ പോയി മത്സരിച്ചുകൊണ്ട് പാർട്ടിയെ വിമർശിക്കുകയാണെന്നുള്ള പുകമറ സൃഷ്ടിക്കുമ്പോൾ അവിടെ സ്ഥാനാർത്ഥി മോഹം തന്നെയാണ്. അതെവിടെയാണ് അലിഖിതമായ അങ്ങനെ ഒരു നിയമം നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും കേട്ടുകേഴ്വിയോ? പിണറായി വിജയന് കേരളത്തിൽ ഇങ്ങനെ ഒരു ഇതൊന്നും പിണറായി വിജയനെ ബാധിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ചോദ്യം ചെയ്താൽ M. സ്വരാജിന്റെ അവസ്ഥയായിരുന്നു. കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് നന്നായിട്ട് നടന്നൊരു വകുപ്പാണ്. അത്രയും ചെയ്തൊരു തുടർ ഭരണത്തിന് ഒരു തരത്തിൽ കാരണക്കാരനായ ഒരു മന്ത്രി കൂടിയാണ് G. സുധാകരൻ. അത് കഴിയുമ്പോൾ G. സുധാകരൻ ബ്രാഞ്ചിലേക്ക് ഒതുക്കപ്പെടുന്നു, ഒരു പാർട്ടി പരിപാടി പോലും ഇല്ലാതെ ഒതുക്കപ്പെടുന്നു. ഇപ്പോൾ അതിനുശേഷം ആ പദ്ധതികൾ പൂർത്തീകരിക്കുകയാണ് പ്രധാനമായും മുഹമ്മദ് റിയാസ് ചെയ്ത്. അപ്പം നാട് നന്നാക്കി നല്ലവൻ എന്ന് പറഞ്ഞ് പ്രത്യേക തലക്കെട്ടോടുകൂടി റിയാസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതൊരു ഇരട്ടത്താപ്പല്ലേ പാർട്ടി? ഒരിക്കലും അതിന്
അതിനോട് എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. ഭാഗികമായി ജി സുധാകരൻ നടപ്പിലാക്കിയ ചില പദ്ധതികൾ അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ പാലമായി നിൽക്കുന്ന ഒരു പാലം നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ്. ഫണ്ട് അനുവദിച്ച സുധാകരനല്ലേ? അല്ല, സുധാകരൻ ഫണ്ട് അനുവദിച്ചു എന്നതിനെ സംബന്ധിച്ചല്ല, ഒരു പദ്ധതി നമ്മൾ പൂർത്തീകരിക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ആ ഗവൺമെന്റിന്റെയും ആ മന്ത്രിയുടെയും ഉത്തരവാദിത്വം. നിർമ്മാണം നടന്നു പോയാൽ പോരെ? അല്ല, ഈ 44 വർഷം മുമ്പ് തറക്കല്ലിട്ട പാലമാണ് അമലപ്പുഴ പാലം. കേന്ദ്ര സർക്കാർ പൂർത്തീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കത്തിടപാടുകളാണ് അതിൽ നിർണായകമായത്. അല്ല, ഇപ്പം പ്രിയപ്പെട്ട അദ്ദേഹം എന്നോട് ചോദിച്ചതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഓരോ വകുപ്പുകളാണ് ഇടതുപക്ഷത്തിന്റെ കീഴിൽ അതിന്റെ ഗവൺമെന്റിന്റെ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുന്നത്. അതിൽ സുധാകരൻ ഇത് ചെയ്തു, അതുകൊണ്ട് റിയാസ് അത് പൂർത്തീകരിച്ചു എന്നതിനെ സംബന്ധിച്ചല്ല. ആദ്യ പിണറായി ഗവൺമെന്റിന്റെ പദ്ധതികൾ പിണറായി ഗവൺമെന്റിന്റെ പദ്ധതികൾ ഉണ്ടാകുമ്പോഴും നടപ്പിലാക്കി അത് പൂർത്തീകരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വ്യക്തിപരമായി അവിടെ യാതൊരു പ്രാധാന്യങ്ങളും. ആ നടപ്പാക്കിയ മന്ത്രിക്ക് രണ്ടുപേർക്കും ഉണ്ടായ പരിഗണന പാർട്ടിയിൽ വ്യത്യസ്തമാണ്. പാർട്ടിപരമായ കാര്യത്തിൽ CPM വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. മുന്നണിപരവുമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എതിർപ്പാളയത്തിൽ പോയി സ്ഥാനാർത്ഥിയായി കൊണ്ടല്ല പാർട്ടിയെ ഞാൻ തിരുത്താൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നത്. അത് തീർച്ചയായും സ്ഥാനാർത്ഥി മോഹം തന്നെയാണ്. സ്ഥാനാർത്ഥി മോഹനത്തിന് ഉപരിയായി പാർട്ടിയെ സ്ഥാനാർത്ഥി മോഹം ഇല്ലാത്ത പിണറായിക്കും സ്ഥാനാർത്ഥി മോഹം ഇല്ലാഞ്ഞിട്ടാണോ മത്സരിക്കുന്നത്? സ്ഥാനാർത്ഥി മോഹം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് പാർട്ടി തീരുമാനമെടുക്കുകയാണല്ലോ. അല്ലാതെ പിണറായി വിജയൻ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ, അദ്ദേഹം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എനിക്ക് മത്സരിക്കണം എന്നുള്ളത് സ്വയമേ പ്രഖ്യാപിച്ചതായി കാണുന്നുണ്ടോ? UDF-ൽ കണ്ടു, NDA-യിൽ കണ്ടു. ഗുരുവായൂർ രണ്ടുപേരുടെ മത്സരിക്കണോ വേണ്ട വലിയ തർക്കമായിരുന്നു. VS-ഉം പിണറായി. അവസാനം പിണറായി മത്സരിക്കേണ്ടെന്ന് PV തീരുമാനിക്കുന്ന ഘട്ടം വന്നു. അത് ഞാൻ പറഞ്ഞു. എത്ര തർക്കം ഉണ്ടായാലും എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും പാർട്ടിയുടെ നിലപാട് അതായിരിക്കും അന്തിമം. അപ്പം മൊത്തം എത്ര സീറ്റ് കിട്ടുമെന്നാണ്? പൂർണ്ണമായും ജില്ലയിലെ മുഴുവൻ സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരും. നമ്മുടെ ഹരിപ്പാട് മാറ്റമുണ്ടാകും. ഞാൻ സൂചിപ്പിച്ചതുപോലെ യുവത്വത്തിന്റെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ സീറ്റിലും വിജയിച്ചു. UDF-ന്റെ ഒരു പ്രതീക്ഷ എന്താണ്? UDF-ന്റെ പ്രതീക്ഷ ഇതിൻ്റെ അത് പറഞ്ഞതിൻ്റെ അകത്തൊരു ഇതുണ്ട്. എന്നുവെച്ചാൽ 83 വയസ്സുള്ള പിണറായി വിജയൻ മത്സരിക്കും, അതിന് കുഴപ്പമില്ല. ഇവിടെ യുവത്വം ജയിക്കും. അപ്പോൾ അതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. ഇവിടെയും ഇപ്പം വയസ്സിൽ യുവത്വമില്ലെങ്കിലും പ്രവർത്തനത്തിൽ യുവത്വം സൂക്ഷിക്കുന്ന രമേശ് ചെന്നിത്തല വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ സീറ്റും ഇപ്രാവശ്യം ജയിക്കുന്ന സാഹചര്യമാണ് UDF-നുള്ളത്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കാര്യം, ഒരു അധികാര മാറ്റം എന്ന് പറയുമ്പം ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 20-25 സീറ്റ് അധികമായി നേടേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഇവിടെ 8-1 നിൽക്കുന്നു. ഈ മേഖലയിൽ നിന്ന്, തെക്കൻ മേഖലയിൽ നിന്നും മധ്യമേഖലയിൽ നിന്നും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലേ ഒരു ഭരണമാറ്റം ഉണ്ടാവും. അത് തന്നെ ലക്ഷ്യം വെച്ചാണോ പോകുന്നത്? തീർച്ചയായിട്ടും എല്ലാ ജില്ലകളിലും ഭൂരിപക്ഷം സീറ്റുകളിലേക്കും കോൺഗ്രസ് UDF ജയിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. അത്രയ്ക്ക് ജനവിരുദ്ധമായ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ 10 വർഷമായി നിൽക്കുന്നത്. ഇപ്പോൾ വിവിധ ആളുകൾ തന്നെ CPM വലിയ ആത്മാർത്ഥമായിട്ട് CPM ജീവിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, തുടർഭരണം ഉണ്ടെങ്കിൽ അത് ദോഷമാണ്, കേരളത്തിന് ദോഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒത്തിരി നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരൊക്കെ പറയുന്നത് ഒരു കാരണവശാലും ഇനിയും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. കാരണം ഈ രാജ്യം ഈ കേരളം നമുക്ക് ഇതേ രീതിയിൽ നിലനിൽക്കണം. അധികാരം കമ്മ്യൂണിസ്റ്റുകാരെ മത്തുപിടിപ്പിക്കുന്നൊരു പറച്ചിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് പലരും അതിൽ നിന്ന് മാറി തുറന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിലും അവർ ആ തരത്തിൽ നിൽക്കുന്നത്. കാണുന്നവരൊക്കെ ഒരുവിധപ്പെട്ടവരൊക്കെ പറയും, നിങ്ങൾ തമ്മിത്തല്ലൊക്കെ അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ ഭരണം പിടിക്കൂ. അതെ, അവർ പറയുന്നത്, ഞാൻ പറഞ്ഞത്, ഞാൻ സമ്മതിച്ചതല്ല പറഞ്ഞത്, അവരുടെ വാക്കാണ്. ഇപ്പോൾ ഒരു ഒരു സഖാവിനെ കാണുമ്പോൾ സഖാവ് കാണുമ്പോൾ നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ തമ്മിത്തല്ല അവസാനിപ്പിച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കൂ. അപ്പം എങ്ങനെയെങ്കിലും പിടിക്കണമെന്നൊരാഗ്രഹം കേരളത്തിലെ ആത്മാർത്ഥമായ കമ്മ്യൂണിസം മനസ്സിൽ. കോൺഗ്രസ് ഡീലായിട്ട് അതിനെ കാണാം. അല്ലല്ല, CPM കോൺഗ്രസ് ഡീലല്ല, ഇതിന് കോൺഗ്രസ് CPM ഡീലല്ല. ആത്മാർത്ഥമായിട്ട് കേരളത്തിൽ കമ്മ്യൂണിസത്തിനെ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭരണവും അകന്നുപോയി എന്നൊരു കാഴ്ചപ്പാട്. CPM-ന്റെ ശാപം എന്നാണ് അവർ കാണുന്നത്. അതെ, കൃത്യമായും NDA-യുടെ ഒരു പ്രതീക്ഷ. ഇവിടെ ഇപ്പോൾ അദ്ദേഹം അറിയാതാണെങ്കിൽ സൂചിപ്പിച്ചു പോയി, നല്ല കമ്മ്യൂണിസ്റ്റുകാർ പലരും പറയുന്നുണ്ട് കോൺഗ്രസ്
അധികാരത്തിൽ വരണം. അത് ഹരിപ്പാട്ടെ ഒരു ട്രെൻഡാണ്. നമുക്കറിയാം ഹരിപ്പാട്ട് CPIM-ന് ശക്തമായ ബ്രാഞ്ച് കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും ഒക്കെ ലോക്കൽ കമ്മിറ്റികളും ഒക്കെ ഉള്ള സ്ഥലമാണ് ഹരിപ്പാട്. നമുക്കറിയാം CPI വളരെ പരിമിതമാണ്. CPIയുടെ ശക്തമായ കമ്മിറ്റികൾ വളരെ പരിമിതമാണ് ഹരിപ്പാട്. പക്ഷെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എല്ലാ കൊല്ലവും ദൂരെ എവിടുന്നോ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ കെട്ടിയഴിച്ചു കൊണ്ട് നിർത്തുക, അത് സീമാൻ രമേശ് ചെന്നിത്തലയായിട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് ഹരിപ്പാട്ടെ പ്രബുദ്ധരായ രാഷ്ട്രീയ വിശ്വാസികൾക്കെല്ലാം അറിയാവുന്ന പച്ചയായ യാഥാർത്ഥ്യം. അപ്പോൾ അദ്ദേഹം അറിയാതായാലും പറഞ്ഞു പോയി. ഹരിപ്പാട്ട് BJP സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തിയൊരു വലിയ മുന്നേറ്റം എന്ന് പറയുമ്പോൾ 1345 വോട്ടിൻ്റെ വ്യത്യാസമേ ശ്രീ KC വേണുഗോപാലുമായി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. LDF 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. കൃത്യമായ കണക്ക് പറയുകയാണെങ്കിൽ 1.8% വോട്ട് പിന്നിലാണ് LDF തള്ളപ്പെട്ടു. 8% വോട്ട് കുറവായിരുന്നു UDF, 11% വോട്ട് കൂടുതലായിരുന്നു NDA. അപ്പോൾ അങ്ങനെ വലിയൊരു മുന്നേറ്റം ഹരിപ്പാട് നടത്തിയിട്ടുണ്ട്. കാരണം ഹരിപ്പാട്ട് ജനത മുഴുവൻ വളരെ നിരാശയിലാണ്. നമുക്കറിയാം ഓരോ പദ്ധതികളും ഇപ്പം നമുക്ക് തീരദേശ മേഖല യാഥാർത്ഥ്യത്തോടുകൂടി നമ്മൾ സംസാരിക്കും. നമ്മൾ എക്സ്ക്യൂസുകൾ പറയുമ്പോൾ ജനങ്ങൾക്ക് എക്സ്ക്യൂസ് അറിയണം. അവർ വോട്ട് ചെയ്യുന്നത് എന്തിനാണ്? തീരദേശവാസികൾ ഓരോ കടൽക്ഷോഭത്തിലും അവർ ഉറക്കമില്ലാത്ത രാത്രികളാണ്. അവർ വളരെ ആശങ്കയിലാണ് ഉറങ്ങുന്നത്. നാളെ എഴുന്നേക്കുമെന്ന് ആർക്കും ഉറപ്പില്ല. അവർക്ക് ഇതൊന്നും കിട്ടിയില്ല, അതിൻ്റെ വഴികൾ അവർക്കത് കിട്ടണം. കടൽ ഭിത്തി നിർമ്മാണം പാതി വഴിയിലാണ്. കുടിവെള്ള പദ്ധതി 15 വർഷക്കാലം ഇത് പാതി വഴിയിലാണ്. ഒരു KSRTC ടെർമിനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ നല്ലത് പഴയ ഒന്നുമില്ല, വെയിൽ കൊണ്ടാലും മഴ കൊള്ളാതെ കയറി നിൽക്കാമായിരുന്നു. കോടികൾ മുടക്കിയാണ് അത് പണിഞ്ഞിട്ടിരിക്കുന്നത്. ആർക്കും ഉപയോഗശൂന്യമായ കോടികളായി. ജില്ലയിലെ മൊത്തം ഒരു പ്രതീക്ഷ NDAയുടെ എത്രത്തോളം? NDA ജില്ലയിൽ വലിയ മുന്നേറ്റം നടത്തും. നമുക്ക് പറയാം ഹരിപ്പാട്ട് 100% NDA ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം ഞങ്ങൾ ഹരിപ്പാട്ട് സന്ദീപ് ജി വന്നിറങ്ങിയ സമയത്ത് നമുക്കറിയാം ആ റോഡ് ഷോ നമ്മൾ കണ്ടത്. ഈ 15 വർഷക്കാലമായി ഈ ഹരിപ്പാടിനെ പ്രദാനം ചെയ്യുന്ന MLA നടത്തിയൊരു റോഡ് ഷോ നമ്മൾ കണ്ടത്. അതിൻ്റെ 4 ഇരട്ടി ആൾക്കാരാണ് ശ്രീ സന്ദീപ് വാചസ്പതിയെ സ്വീകരിക്കുവാനായി ഇവിടെ അണിനിരുന്നത്. 100% ഹരിപ്പാട്ട് NDA വിജയിക്കും. ആലപ്പുഴ ജില്ലയിൽ മൊത്തത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നേടിയതുപോലെ തന്നെ വലിയൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ NDA കാഴ്ചവെക്കും. 3 പേർക്കും പ്രതീക്ഷകൾ വലുതാണ്. പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ശാന്തമായ ഒരു ചർച്ചയാണ് ഇവിടെ. നമുക്ക് പരസ്പരം തർക്കങ്ങളുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ആലപ്പുഴയെ പോലെ തന്നെ ശാന്തമായ മനുഷ്യരും ഉള്ളത് കൊണ്ട് വളരെ മാന്യന്മാരാണ്. അതെ, എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും വിജയപ്രതീക്ഷകൾ കൈവിടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മറ്റൊരു ജില്ലയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.